തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിഎഎയിൽ വലിയ പ്രതിഷേധം കനക്കുകയാണ് രാജ്യത്ത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ അസമിൽ പ്രതിഷേധം ശക്തമാണ്. യുണൈറ്റഡ് ഒപ്പോസിഷൻ ഫോറം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. സിഎഎ പകർപ്പുകൾ കത്തിച്ചും പല ഭാഗങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്. ഡൽഹിയിലും യുപിയിലും അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇആർ രാകേഷ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ഇആർ, വലിയ പ്രതിഷേധം രാജ്യമെങ്ങും അലയടിക്കുകയാണ്. ഒരു വലിയ വിവാദമായ വിഷയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഏതായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം 4 വർഷം മുമ്പാണ് ഈ നിയമം പാർലമെന്റ് പാസാക്കിയത്. 2019 ഡിസംബർ 10-ാം തീയതി ലോക്സഭയിലും തൊട്ടടുത്ത ദിവസം രാജ്യസഭയിലും അതിനുശേഷം 12-ാം തീയതി രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ നിയമമായി മാറിയിരുന്നു. അതിനുശേഷം രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അന്ന് അരങ്ങേറിയത്. അതായത് ഡൽഹിയിലെ ഷഹീൻ ബാഗ് ആയിരുന്നു ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. പ്രത്യേകിച്ച് അമ്മമാരുടെ അടക്കം സമരം വലിയ രീതിയിൽ രാജ്യാന്തര ശ്രദ്ധ തന്നെ നേടുകയും ചെയ്തിരുന്നു. ഒപ്പം ഡൽഹി പോലെ തന്നെ വലിയ പ്രതിഷേധം അലയടിച്ച സംസ്ഥാനമാണ് അസം. അസമിൽ അന്ന് യുവാക്കളടക്കം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വൈകുകയായിരുന്നു. ഏതായാലും ഇതിനുള്ള നടപടിക്രമങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയിരുന്നു. ഏതായാലും ഇപ്പോൾ അത് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും രാജ്യത്ത് അരങ്ങേറുന്നുണ്ട്. പ്രധാനമായും അസമിൽ തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായത്. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി അസമിന്റെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായി. അവിടെ ഈ സിഎയുടെ കോപ്പി കത്തിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഒപ്പം 16 സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അസമിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഏതായാലും മുൻപുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഷഹീൻ ബാഗ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഷഹീൻ ബാഗിൽ ഡൽഹി പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ഇന്നലെ ഈ വിജ്ഞാപനം വരുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഡൽഹി പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. യുപിയിലും സമാനമായ രീതിയിൽ നോയിഡയിൽ റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് പോലീസ്. പ്രത്യേകിച്ച് പശ്ചിമ യുപിയിലൊക്കെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. ഏതായാലും BJP അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഒന്നുകൂടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അതിന്റെ സമയക്രമം വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്നത്. 2ാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്ത നടപടികളിലൊന്ന് അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു. മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. അയോധ്യയിൽ ഇപ്പോൾ ഏതായാലും രാമക്ഷേത്രം നിർമ്മാണം കഴിഞ്ഞു. ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ നിരവധി പേർ ഇപ്പോൾ ദർശനം നടത്തുന്നു. അതിനുശേഷം സിഎയും BJPയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു, അതുകൂടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുകയാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ആയിരിക്കും ഇത്തവണത്തെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം BJP ഉയർത്തിക്കാട്ടിയിരുന്നത്. അതിന്റെ കൂടെ സ്വാഭാവികമായി ഇപ്പോൾ CAA നടപ്പാക്കിയതും ഒപ്പം തന്നെ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ BJP ഉന്നയിക്കുക തന്നെ ചെയ്യും. ഏതായാലും പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ടൈമിങ്ങിനെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഇത് കൊണ്ടുവരുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കേരളവും പശ്ചിമ ബംഗാളും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ നിലപാടെടുത്താണ്. ഇന്നലെയും 2 മുഖ്യമന്ത്രിമാരും സമാനമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി BJP നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ CAAയുടെ കാര്യം വരുമ്പോൾ നിയമപരമായി അതിന് പ്രശ്നങ്ങളില്ലേ? പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിലേക്ക് പോയ 200-ലധികം ഹർജികൾ ഇതിനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പൊടുന്നനെ ഇത് നടപ്പിലാക്കില്ല എന്ന് അന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചതുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതുമായി വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നിയമപ്രശ്നങ്ങൾ ഏത് രീതിയിലാണ്?
ഏതായാലും സുപ്രീം കോടതിയിൽ അശ്വിനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേസുണ്ട്. കാരണം വിവിധ കക്ഷികൾ ഭാഗമായിട്ടുണ്ട്. കേരളം ഹർജി നൽകിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഹർജി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കേസ് നിലവിൽ നടപടികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുക മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരമൊരു ഉത്തരവ് വരാൻ വളരെ കാലതാമസമെടുക്കും. അടുത്ത സർക്കാരിന്റെ കാലത്ത് മാത്രമായിരിക്കും സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് വരാനിരിക്കുന്നത്. നേരത്തെ കശ്മീരിന്റെ കാര്യത്തിലടക്കം അത് കണ്ടതുമാണ്. അതായത് കശ്മീരിനുള്ള പ്രത്യേക അധികാരം റദ്ദാക്കിയതിനെതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികളുണ്ടായിരുന്നു. ആ ഹർജി പിന്നീടാണ് കോടതി തീർപ്പാക്കിയത്. അതായത് കശ്മീരിന് പ്രത്യേകം അധികാരമില്ല എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. സ്വാഭാവികമായും ഇതിപ്പോൾ പാർലമെന്റിന്റെ അധികാരം, അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നു. സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നിരവധി കക്ഷികൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കോടതി നടപടികളൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഏതായാലും സർക്കാർ അവരുടെ നിലപാടുമായി നയവുമായി മുന്നോട്ട് പോവുകയാണ്. അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും അതൊരു പ്രചാരണ ആയുധമാക്കി മാറ്റാൻ തന്നെയായിരിക്കും BJPയുടെ തീരുമാനം. CAAയിൽ വലിയ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്കുണ്ടാകും. വലിയ പ്രതിഷേധമുയരുമ്പോഴും ആശങ്ക ഒരു വലിയ വിഭാഗത്തിന് ഉണ്ട്. വിജ്ഞാപനം ഇന്നലെ ഇറക്കിയെന്ന് പറയുമ്പോൾ ഓൺലൈനായി അപേക്ഷിച്ച് തുടങ്ങാം ഇന്നു മുതൽ എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്? തീർച്ചയായും ഓൺലൈൻ മുഖേന തന്നെയാണ് ഇതിന്റെ ഈ പൗരത്വമായി അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം പ്രധാനമായും 3 രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ CAA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിഖ്, പാഴ്സി, ഹിന്ദു, ജൈന തുടങ്ങി ഇങ്ങനെ 6 മതവിഭാഗങ്ങൾക്കാണ് ഈ പൗരത്വം നൽകുന്നത്. അതായത് 2014 മുമ്പായി ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വം നൽകുന്നത്. അത് പൂർണ്ണമായും ഓൺലൈൻ പോർട്ടൽ വഴിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും എന്നുകൂടി വിജ്ഞാപനത്തിൽ പറയുന്നു. മാത്രവുമല്ല, നേരത്തെ ഉണ്ടായിട്ടുള്ള ചില വ്യവസ്ഥകൾ, അതായത് പൗരത്വമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ തന്നെ ലഘൂകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയൽ രേഖയൊക്കെ ഹാജരാക്കണം. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി സ്വാഭാവികമായും ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ജനപ്രതിനിധിക്ക് അവരുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ പൗരത്വം നൽകാം എന്ന നിലയിലുള്ള വ്യവസ്ഥകളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. അതായത് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏതായാലും വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമാകുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എല്ലാ പാർട്ടികളും. ഈ BJP ഏത് രീതിയിലാണ് CAA ഉപയോഗിക്കുക? ഒപ്പം പ്രതിപക്ഷം അതെങ്ങനെ ആയുധമാക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? പ്രധാനമായും അശ്വതി, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചാ വിഷയമാകും, പ്രചാരണത്തിലെ മുഖ്യ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ കേരളത്തിൽ സാഹചര്യം, കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സാഹചര്യമൊക്കെ കണ്ടതാണ്. കേരളത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് കേരള നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പലവട്ടം നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു തരത്തിലും അനുവദിക്കില്ല, ഈ CAA നടപ്പാക്കാൻ, സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കക്ഷി ചേർന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സുപ്രീം കോടതിയിൽ പോയൊരു രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളുടെയും നിലപാട് CAA നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ അതിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ കണ്ടു. നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും യുവജന സംഘടനകൾ അടക്കം തെരുവിലിറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് BJP നേതാക്കൾ അത് കേന്ദ്രം കൊണ്ടുവന്നൊരു നിയമം അത് സ്വാഭാവികമായും പാസ്സാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ, കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വെറും വാക്കാണ് എന്ന പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലടക്കം ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം. ശരി, വലിയ ചർച്ചയാകുമെന്ന് തന്നെയാണ്. മറ്റൊരു ഇന്നത്തെ വളരെ